തീർച്ചയായിട്ടും പ്രതിരോധത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനിയും MLA സ്ഥാനവും രാഹുലിന് നഷ്ടമാകും എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നീങ്ങും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെന്നുള്ള വിവരങ്ങൾ നൽകിയത് VV അരുണാണ്. ഇനിയും ഏറെ പരാതികൾ AICC നേതൃത്വത്തിന് മുന്നിലേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് ന്യൂസ് 18 മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ കൂടി പുറത്തുവിട്ടത്. ഇരയാരാണ്, ആർക്കാണ് പരാതി എന്നതായിരുന്നു രാജിപ്രഖ്യാപന സമയത്തും രാഹുലിന്റെ പ്രതിരോധം. ധാർമ്മികത ഉയർത്തിയാണ് രാജി എന്ന് പറഞ്ഞ രാഹുലിനെതിരെ തുറന്നു പറച്ചിലുമായി ഒരാൾ കൂടി രംഗത്തെത്തി. റേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഉപയോഗിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞുവെന്ന ട്രാൻസ് യുവതി അവന്തിക ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഇന്ന് രാവിലെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു എന്നും അവന്തിക ന്യൂസ് 18നോട് പറഞ്ഞു. പാലക്കാട് BJP ജില്ലാ അധ്യക്ഷന് എല്ലാം അറിയാമെന്നും എല്ലാം പ്രശാന്ത് ശിവനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും അവന്തിക പറയുന്നു. കൊല്ലുമോ എന്ന ഭയം മൂലമാണ് ഒന്നും തുറന്നു പറയാതിരുന്നത്. ന്യൂസ് 18 തത്സമയ സംപ്രേഷണത്തിനിടയിൽ ഇക്കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴും അവന്തികയുടെ ഫോണിലേക്ക് രാഹുലിന്റെ വിളിയെത്തിയിരുന്നു. ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? സംഭവിച്ചിട്ട് കുറച്ച് നാളായി. ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമോ അങ്ങനെയുള്ള. അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നിന്നെയൊക്കെ എനിക്ക് അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം, ഇവിടേക്ക് ഇങ്ങനെ ഇതായാൽ ആളുകൾ കാണും, ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നിങ്ങളപ്പോ എന്ത് മറുപടിയാ പറഞ്ഞത് ഈ രീതിയിൽ സംസാരിച്ചപ്പോ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്കറിയാം, എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്, മാത്രമല്ല സമൂഹത്തിലെ ഒരു MLA ആണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് ഏത് രീതിയാണ് പ്രതികരിക്കണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പ്രതികരിച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും ഞാൻ ഭയന്നിരുന്നു. കാരണം ഇനി ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഇപ്പം അറിയാമല്ലോ. ഒരാൾ പ്രതികരിക്കുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും മാത്രമല്ല സൈബർ ഇടങ്ങളിൽ അറ്റാക്കും ഇയാളുടെ കൂട്ടാളിയിൽ നിന്നൊക്കെ വല്ല പ്രശ്നങ്ങളും നേരിടാൻ സാധ്യതയുണ്ട്. ഇതിനെ പറ്റി ഒരു സൂചന ലഭിച്ചിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് നിങ്ങളെ വിളിച്ചത്. ഞാൻ നിങ്ങളെ വിളിച്ച കാര്യം ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും അറിഞ്ഞു. ഉടൻ തന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. തേജോവധം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് നൽകിയ മറുപടി. അപ്പോൾ ഞാനായിട്ട് അത് പറയുന്നില്ല, നിങ്ങളായിട്ട് അതുമായി രംഗത്ത് വരട്ടെ എന്നോർത്താണ് ഞാനൊന്ന് സംസാരിക്കാതിരുന്നത്. പിന്നീട് എനിക്ക് ആ സമയത്ത് ഉൾപ്പെടെ എനിക്ക് ഭയമായിരുന്നു. കാരണം ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അയാൾ ഒരു സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഇങ്ങനെ ഒരു ആരോപണ വിധേയമാകുമ്പോൾ അയാൾ തിരിച്ച് നമ്മളെ ഏത് തരത്തിലാണ് ആക്രമിക്കാൻ പോകുന്നത്, അല്ല അയാളുടെ കൂട്ടാളികൾ ഏത് തരത്തിലാണ് നമ്മൾ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാൻ പോകുന്നത്, നമുക്ക് മീൻസ് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സ്റ്റേജാണത്. പിന്നെ എനിക്കും പേടിയുണ്ട്. ഞാനും അയാളെ ഭയന്നിരുന്നു, ഇതൊക്കെ പുറത്തു വന്നാൽ നാളെ എന്താവും ഇഷ്യൂ എന്ന്. ഞാനും ആരെങ്കിലും ഒക്കെ പുറത്ത് പറയട്ടെ എന്ന് കാത്തിരിക്കുവായിരുന്നു. നിങ്ങൾ ആരോടെങ്കിലും ഔദ്യോഗികമായി ഈ സംഭവങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? പാർട്ടി ഏതെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുമായി, ട്രാൻസ്ജെൻഡർ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പാർട്ടിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ ഈ കാര്യം? ഞാൻ നിലവിൽ ഇത് പാലക്കാട് BJPയുടെ ജില്ലാ അധ്യക്ഷനെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ എനിക്ക് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തെളിവുകളടക്കം അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട് അല്ലേ?
തെളിവുകൾ ഇവൻ നശിപ്പിക്കുകയാണ് ചെയ്തത്. തെളിവുകളൊന്നും തന്നെ ഇല്ല. ഇന്ന് രാവിലെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകളുണ്ട്. ഇന്ന് രാവിലെ എന്നെ കുറെ പ്രാവശ്യം കോൾ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും അത് എനിക്ക് തോന്നുന്നു ഇവൻ ഇന്ന് ഞാൻ പുറത്ത് വിടും, ഞാൻ പുറത്ത് പറയും എന്നുള്ള ഭയന്നിട്ടായിരിക്കും ഇന്ന് എന്നെ വിളിച്ചേക്കണത്. അതും എൻ്റെ കയ്യിലുണ്ട്. മാത്രമല്ല ഇത് മുന്നേ അയച്ച ഡിയർ എന്നൊക്കെ പറഞ്ഞ ഹായ് ഹൂയ് മെസ്സേജസ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ശരി. പക്ഷെ അപ്പൊ നിങ്ങൾ എന്താണ് തുടർ നടപടി? നിങ്ങൾ ഇതിൽ എന്തെങ്കിലും രേഖാമൂലം പരാതി നൽകുമോ? ഇല്ല, ഇത് സമൂഹം അറിയണമല്ലോ. കാരണം ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങളൊക്കെ സമൂഹം അറിയേണ്ടതായിട്ടുണ്ട്. ഒരു സമൂഹത്തിൽ ഒരു MLA പറയാണ്, ഒരു സുപ്രഭാതത്തിൽ പരിചയപ്പെട്ട് കണ്ട് സംസാരിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇത് എവിടെ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെട്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് തൃക്കാക്കര ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ്. ഒരു ഡിബേറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അയാൾ അന്ന് തന്നെ ആ ഇടയ്ക്ക് തന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അങ്ങനെ സൗഹൃദമായിരുന്നു. അത് പിന്നീട് ഈ രീതിയിലെ വൈകൃത സംഭാഷണത്തിലേക്ക് അയാൾ തന്നെ മാറ്റിയെടുക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്തു. മെസ്സേജ് അയക്കാൻ തുടങ്ങി, പെട്ടെന്ന് തന്നെ ഞങ്ങൾ മാറ്റിയെടുത്തു. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ സമയത്തൊന്നും പരാതിപ്പെടാൻ തയ്യാറായിരുന്നില്ല അല്ലെ? ഇല്ല, കാരണം നമ്മൾ അറിയാലോ ഇയാളെ സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചാൽ എന്തായും അവസ്ഥ എന്നുള്ള ഭവിഷ്യത്തുകൾ എനിക്ക് ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത്. പക്ഷെ ഇത് സമൂഹം അറിയണം. കാരണം ഇങ്ങനെയും വൈകൃതങ്ങൾ ഒരാളൊന്ന് ആലോചിച്ച് നോക്ക്. സാധാരണ ഒന്നുമല്ല, റേപ്പ് ചെയ്യണം എന്നാണ്. അയാൾ റേപ്പിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. റേപ്പ് ചെയ്യണ പോലെ നിന്നെ ആ രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. അത് പറയുകയായിരുന്നു, മെസ്സേജ് അയക്കുകയല്ല, പറയുകയായിരുന്നു അല്ലെ? മെസ്സേജ് അയച്ചത് അത് വോയിസ് മെസ്സേജ് ആണ്. പക്ഷെ അത് ഡിസപ്പയറിംഗ് മെസ്സേജ് ആയതുകൊണ്ട് അത് അപ്പൊ തന്നെ നമ്മളത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകും. അതാണ് ടെലഗ്രാമിന്റെ ഒരു പോളിസി. ശരി ശരി. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഡാൻ കുര്യൻ വിവരങ്ങളായി ചേർന്നു. ഡാൻ, ഈ വാർത്ത, അവന്തിയുടെ പ്രതികരണം ഡാൻ പുറത്തുവിടുമ്പോൾ അത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, തനിക്കെതിരെ ആര് പരാതി പറഞ്ഞു, ആർക്കാണ് പരാതി ഉള്ളത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരുന്നു. ആ സമയത്ത് ലൈവിലിരുന്ന് അവന്തിക ഇക്കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മിസ് കോൾ അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തുടർച്ചയായി വിളിക്കുന്നുണ്ട് അവന്തികയെ. ഓക്കെ, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് എത്താൻ മുമ്പ് ഡാൻ, ഈ അവന്തിക ഇതിൽ കൃത്യമായി ഔദ്യോഗികമായ പരാതിയുമായി നീങ്ങും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഇനി അങ്ങനെ നീങ്ങാതെ ഇരിക്കാൻ കഴിയില്ല. കാരണം BJP നേതൃത്വവും അവന്തികയോട് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട, പാർട്ടി ഒപ്പമുണ്ട് എന്ന് BJP നേതൃത്വം അവന്തികയെ അറിയിച്ചതായാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതായത് പ്രശാന്ത് ശിവനെ നേരത്തെ തന്നെ ഈ തുറന്നു പറച്ചിലിന് മുൻപ് തന്നെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ അവന്തിക നേരിട്ട് ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു. ഈ സ്ക്രീൻഷോട്ടുകളടക്കം ചിലത് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പ്രശാന്ത് ശിവൻ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആരോപണം റിയ അന്ന ഉന്നയിക്കുന്നതിന് തൊട്ട് പിന്നാലെ BJP ആണ് ആദ്യം പേര് പോലും പറയാതെ ആരോപണം ഉന്നയിച്ച ഒരു യുവ MLA-ക്കെതിരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് പാലക്കാട് MLA-യുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ഇത് രാഹുലിനെതിരെ ഉള്ള ആരോപണമാണ് എന്നതിന് എന്ത് തെളിവാണ് എന്ന മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ പ്രശാന്ത് ശിവൻ നൽകിയ ഉത്തരം തനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം, ഇപ്പോഴൊന്നും തുറന്നു പറയുന്നില്ല എന്നാണ്. അത് അവന്തികയുടേത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ പ്രശാന്ത് ശിവന് നേരത്തെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കൊണ്ട് ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി അവന്തിക തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നത്. നമ്മുടെ ലൈവിൽ അവന്തിക തൻ്റെ ദുരനുഭവങ്ങൾ തുറന്നു പറയുന്നതിനിടയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വാട്സാപ്പിൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സ്ക്രീൻഷോട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, ഇതിൽ ആരെയും പഴി പറയേണ്ടതില്ല, ഇടത് നേതാക്കൾക്കെതിരെയും സമാനമായ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ടല്ലോ എന്ന തരത്തിലുള്ള കേവലം പ്രതിരോധങ്ങൾ കൊണ്ട് മാത്രം തീരുന്നതല്ല കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് നിയമപരമായ വഴികളിലേക്ക് അവന്തിക മുമ്പോട്ട് പോയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം വരും. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രം നഷ്ടപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനത്തിന് കൂടി വെല്ലുവിളി ഉണർത്തുന്ന ഗുരുതര വെളിപ്പെടുത്തലുമായാണ് അവന്തിക ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. റൈറ്റ്. ഇനി അവന്തിക തന്റെ ദുരനുഭവങ്ങൾ ന്യൂസ് 18നോട് തത്സമയം എത്തിക്കുന്ന സമയത്തും